അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹല്ലിയിൽ അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് കിതാബു ഷിർക്കത്ത്, കൂട്ടുകച്ചവടത്തെക്കുറിച്ചാണ്. രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചാണ്. പിന്നീട് അതിൻ്റെ ലാഭം ഓഹരി വെച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷിർക്കത്ത് എന്ന് പറയാറുള്ളത്. അതിൻ്റെ 4 വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് ഈ പാഠത്തിലായിട്ട് പഠിക്കുവാനുണ്ട്. അതിൽ ഒറ്റ രൂപം മാത്രമേ ശർഅൻ നിലക്ക് ഹലാലാവുകയുള്ളൂ. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചാളുകൾ കൂട്ടുകച്ചവടത്തിന് ഇറങ്ങുകയാണ് എങ്കിൽ അവരെല്ലാവരും എടുക്കുന്ന മൂലധനമുണ്ടാകും. ഓക്കെ, അത് കാശാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചരക്കാകാം. ഏതായാലും ആ മൂലധനം എല്ലാം ഹൽത്ത് ചെയ്തുകൊണ്ട് അവയെല്ലാം ഒന്നാക്കിക്കൊണ്ട് പിന്നീട് അതിൽ നിന്നാണ് നമ്മൾ കച്ചവടം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ ഷിർക്കത്ത് അവിടെ റെഡിയാവുകയുള്ളൂ. എന്നതല്ലാതെ 2 പേര് എന്ത് ചെയ്യുന്നു, അവർ സെപ്പറേറ്റ് ആയിട്ട് കച്ചവടം ചെയ്യുന്നു. ഓക്കെ, സെയ്ദ് തൻ്റെ നാട്ടിൽ നിന്നും അംറ് തൻ്റെ കാശ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ നാട്ടിൽ നിന്നും കച്ചവടം ചെയ്യുന്നു. എന്നിട്ട് ഒരു മാസാവസാനം അല്ലെങ്കിൽ ആ ബിസിനസ് കഴിയുമ്പോൾ 2 പേർക്കും കിട്ടിയിട്ടുള്ള ലാഭം എത്രയാണോ അത് സമ്മപ്പ് ചെയ്തുകൊണ്ട് അത് 2 പേർക്കും വീതിക്കുന്ന ഒരവസ്ഥ പാടില്ല. മറിച്ച് ഷിർക്കത്ത് നടക്കുമ്പോൾ തന്നെ അവരുടെ മൂലധനം ഹൽത്ത് ചെയ്തുകൊണ്ട് അവയെല്ലാം ഒന്നാക്കിക്കൊണ്ട് പിന്നീട് അതിൽ നിന്നായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത്, ബിസിനസ് ആരംഭിക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ ഷിർക്കത്ത് റെഡിയാവുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കിതാബിലേക്ക് നോക്കുക. കിതാബു ഷിർക്കത്തി ബി കസ്രി ഷീനി വ സുകൂനി റാഇ വ ഹുക്കിയ ഫത്ഹു ഷീനി വ കസ്റു റാഇ. ഓക്കെ, കിതാബു ഷിർക്കത്ത് എന്നും ഷരീക്കത്ത് എന്നും വായിക്കാവുന്നതാണ്. ഹിയ അൻവാഉൻ, അതിനെ നമുക്ക് പല ഇനങ്ങളാക്കിയിട്ട് തിരിക്കാവുന്നതാണ്. അവയിൽ നിന്നും ഒന്നാമത്തത് ഷിർക്കത്തുൽ അബ്ദാനി, കാശ് ഇറക്കാതെ വെറും സർവീസിലൂടെ മാത്രം വരുമാനമുണ്ടാക്കുന്ന 2ഓ അതിലധികമോ ആളുകൾ ചേർന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം ഒരു കൂട്ടു സ്വത്താക്കി വീതിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ അബ്ദാനി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2 ചുമട്ടു തൊഴിലാളികളെ സങ്കല്പിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ചുമടുകൾ അത് ചുമന്നുകൊണ്ടുപോയിട്ട് കാശുണ്ടാക്കുന്നവരാണ് എന്നതല്ലാതെ അവർ അതിനു വേണ്ടിയിട്ട് കാശ് ഇറക്കുന്നില്ല എന്നർത്ഥം. ഇങ്ങനെയുള്ള 2 പേർ ഒരു ദിവസം രാവിലെ ഒരുമിച്ച് കൂടിയിട്ട് പറയാണ്, ഇന്ന് ഞാൻ എൻ്റെ വർക്കും ചെയ്യും, നീ നിൻ്റെ വർക്കും ചെയ്യും. ഇന്ന് വൈകുന്നേരം നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ള വരുമാനം സമ്മപ്പ് ചെയ്തിട്ട് അത് നമുക്ക് വീതിച്ചെടുക്കാം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ അബ്ദാനി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉദാഹരണത്തിൽ 2 പേരും ചുമട്ടു തൊഴിലാളികളായിരുന്നു എന്നുള്ളതുപോലെ ഒരാൾ ചുമട്ടു തൊഴിലാളിയും മറ്റേയാൾ എന്തുമാകുന്ന അവസരത്തിൽ മറ്റൊരു സർവീസുകാരൻ, മറ്റൊരു ആശാരിയാകുന്ന സന്ദർഭത്തിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഒന്ന് നോക്കുക. ഷിർക്കത്തുൽ അബ്ദാനി ഷിർക്കത്തിൽ ഹമ്മാലൈനി, 2 ചുമട്ടു തൊഴിലാളികൾ പങ്കാളികളാകുന്നത് പോലെ. വസായിരിൽ മുഹ്തരിഫത്തി, ഇനി ബാക്കിയുള്ള സർവീസ് ചെയ്യുന്ന ആളുകളും ഏതുപോലെയൊക്കെ ദല്ലാലൈനി, 2 ബ്രോക്കർമാരെ പോലെ. വൻ നജ്ജാറൈനി വൽ ഖയ്യാത്തൈനി, 2 ആശാരിമാരെ, 2 തുന്നൽക്കാർ, 2 ടൈലർമാരെല്ലാം എന്ത് ചെയ്യുന്നത് പോലെ, പങ്കാളികളാകുന്നത് പോലെ. ലിയകൂന ബൈനഹുമാ കസ്ബുഹുമാ ബിഹർഫത്തിഹിമാ, അവരുടെ ആ സർവീസ് കൊണ്ടുള്ള വരുമാനം അവർക്ക് 2 പേർക്കും ഇടയിൽ ആകാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനം അവർക്ക് 2 പേർക്കും ഇടയിൽ വീതിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. അത് മുതസാവിയൻ ഔ മുതഫാവിത്തൻ, അത് സെയിം ആയിട്ടാവട്ടെ, അതായത് എനിക്കും പകുതി നിനക്കും പകുതി അങ്ങനെയാകട്ടെ. ഔ മുതഫാവിത്തൻ, അല്ലെങ്കിൽ എനിക്ക് 1/3യും നിനക്ക് 2/3യും എന്നുള്ള രീതിയിൽ ആവട്ടെ. മഅത്തിഫാഖി സുൻഅതി കമാ ദുകിറ, ഇപ്പോൾ പറയപ്പെട്ടതുപോലെ 2 പേരുടെയും ജോലി സെയിം ആകട്ടെ. അവ ഇഖ്തിലാഫിഹ, അല്ലെങ്കിൽ അവർ രണ്ടും വ്യത്യസ്തമാകട്ടെ. ഓക്കെ, 2 പേരുടെയും ജോലി സെയിം ആവുക എന്ന് പറഞ്ഞാൽ 2 ചുമട്ടു തൊഴിലാളികൾ അല്ലെങ്കിൽ 2 ആശാരിമാർ അങ്ങനെയാവട്ടെ. അവ ഇഖ്തിലാഫിഹ, ഏതുപോലെക്കൽ ഖയ്യാത്തി വർ റഫായി, ഒരാൾ ടൈലറാണ്, മറ്റേയാൾ കഷ്ണം വെച്ച് പിടിപ്പിക്കുന്ന ആളാണ്. വൻ നജ്ജാരി വൽ ഖറാത്തി, എന്നുള്ളതുപോലെ ഒരാൾ ആശാരിയാണ്, മറ്റേ ആൾ ഇരുമ്പ് പണിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. എങ്ങനെയാണ് എങ്കിലും ഇങ്ങനെ അവർ തമ്മിൽ എന്ത് ചെയ്യുന്ന ഒരു ഇടപാടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ അബ്ദാനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷിർക്കത്തുൽ മുഫാവലത്തി ബി ഫത്ഹിൽ വാവി. ഷിർക്കത്തുൽ മുഫാവലത്ത് എന്ന് പറഞ്ഞാൽ കാശ് ഇറക്കിക്കൊണ്ട് അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്ന ആളുകളുണ്ടാകും. ഉദാഹരണത്തിന് കച്ചവടക്കാരൊക്കെ, അവർ ആദ്യം അവരുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നു, പിന്നീടത് കൂടുതൽ വിലക്ക് വിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ ചില അവസരങ്ങളിലൊക്കെ അവർക്ക് നഷ്ടമുണ്ടാകാനുമുള്ള സാധ്യതയുമുണ്ട്.
ഏതായാലും ഇത്തരത്തിലുള്ള രണ്ട് കച്ചവടക്കാർ ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ്. എന്നാൽ ഇവർ എന്ത് ചെയ്യുക, ഒരു ഇടപാടിലെത്തുക. അതായത് എൻ്റെ കച്ചവടത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനവും നിൻ്റെ കച്ചവടത്തിൽ നിന്നും നിനക്ക് കിട്ടുന്ന വരുമാനവും എന്ത് ചെയ്തിട്ട് സമ്മപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ഓഹരിയാക്കി എടുക്കാം. ഇനി അഥവാ എനിക്കോ നിനക്കോ എന്തെങ്കിലും നഷ്ടം വരികയാണ് എങ്കിൽ അത് നമുക്ക് രണ്ടു പേർക്കും കൂടെ സഹിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഇടപാടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ മുഫാവലത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ബി അൻ യഷ്തരിക, രണ്ട് പേർ പങ്കാളികളാവുന്നതാണ്. ലിയകൂന ബൈനഹുമ കസ്ബുഹുമ, ഓക്കെ, അവർ ഉണ്ടാക്കുന്ന വരുമാനം അവർക്ക് രണ്ടു പേർക്കും ഇടയിലാകാൻ വേണ്ടിയിട്ട്. ആ കസ്ബിനുള്ള വിശദീകരണം ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങൾ തംബീഹ് എന്നുള്ള കിതാബിൽ പറയുന്നുണ്ട്. ബി അംവാലിഹിമ വ അബ്ദാനിഹിമ, അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടും അവരുടെ സർവീസ് കൊണ്ടും അവരുണ്ടാക്കുന്ന വരുമാനം രണ്ടു പേർക്കും ഇടയിൽ വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വ അലൈഹിമ മാ യഅദിലു ബി കസ്രി റാഇ മിൻ ഗുർമിൻ, എന്തെങ്കിലും ഒരു എന്തുണ്ടാവുകയാണെങ്കിൽ, നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അത് രണ്ടു പേർക്കും കൂടെ വീതിച്ചെടുക്കണം എന്നുള്ള അവസരത്തിലും. ഓക്കെ, വസുമിയത്ത് മുഫാവലത്തൻ, ഇങ്ങനെയുള്ള ഒരു ഷിർക്കത്തിന് മുഫാവലത്ത് എന്ന് പേര് വെക്കപ്പെട്ടത് മിൻ തഫാവല ഫിൽ ഹദീസി, തഫാവല ഫിൽ ഹദീസി എന്നുള്ള ആ ഒരു മൂലപദത്തിൽ നിന്നാണ്. ശറഅ ഫീഹി ജമീഅൻ, രണ്ടു പേരും കൂടെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് തഫാവല എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെയും രണ്ടു പേര് വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഷിർക്കത്തുൽ മുഫാവലത്ത് എന്ന് ഇതിന് പേര് വന്നത്. ഇനി മൂന്നാമത്തത് വഷിർക്കത്തുൽ വുജൂഹി. വുജൂഹ് എന്നാൽ ഔന്നിത്യം എന്നാണ് അർത്ഥം. ഒരു നാട്ടിൽ ഔന്നിത്യമുള്ള നാട്ടുപ്രമാണിമാർ തമ്മിൽ ചേരുന്ന ഒരു ഇടപാടിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഷിർക്കത്തുൽ അബ്ദാന് എന്നുള്ളത് കാശ് ഇറക്കാതെ വെറും സർവീസിലൂടെ മാത്രം വരുമാനം കണ്ടെത്തുന്നവരെ കുറിച്ചായിരുന്നു. ഷിർക്കത്തുൽ മുഫാവലത്ത് എന്നാൽ കാശ് ഇറക്കിക്കൊണ്ട് അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചായിരുന്നു. ഇനി മൂന്നാമതുള്ള ഈ ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതും ബിസിനസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കൊണ്ട് അത് കൂടുതൽ വിലക്ക് വിൽക്കുക തന്നെയാണ്. പക്ഷേ ഇവർ അതിനുള്ള കാശ് ഇറക്കുന്നില്ല, മറിച്ച് അവർ ആ വസ്തുക്കളൊക്കെ വാങ്ങുന്നത് മുഅജ്ജലായിട്ടുള്ള പിന്നീട് തരാം എന്നുള്ള ഒരു വ്യവസ്ഥയിലാണ്. ഓക്കെ, ഒരു നാട്ടിലെ പ്രമാണിമാരാകുമ്പോൾ അവരെ എല്ലാവർക്കും വിശ്വാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തന്നെ കാശ് നൽകാതെ എന്ത് ചെയ്യാൻ, സാധനങ്ങൾ വിൽക്കാനും ആളുകളുണ്ടാകും. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ നാട്ടുപ്രമാണിമാരാണ്. സെയ്ദ് അംറ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. സെയ്ദ് എന്ത് ചെയ്യുന്നു, മുഅജ്ജലായിട്ടുള്ള ഒരു സമനിന് ഒരു സാധനം വാങ്ങുന്നു, ഒരു ഫർണിച്ചർ വാങ്ങുന്നു. അംറ് മറ്റൊരു സാധനവും കൂടി വാങ്ങുന്നു. എന്നിട്ട് വില കൂടുന്ന അവസരത്തിൽ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് വിൽക്കുന്നു. അങ്ങനെ കിട്ടുന്ന സമനിനേക്കാളും കൂടിയിട്ടുള്ള സ്വത്തുണ്ടാകുമല്ലോ, അതായത് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഭാഗത്തെ അവർ തമ്മിൽ കൂട്ടുസ്വത്തായിട്ട് കണ്ടിട്ട് ഓഹരി വെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വഷിർക്കത്തുൽ വുജൂഹി ബി അൻ യഷ്തരിക്കൽ വജീഹാനി, രണ്ട് നാട്ടുപ്രമാണിമാർ പങ്കാളികളാകലാണ്. ലിയബ്തഅ കുല്ലും മിൻഹുമ, അവർ രണ്ടു പേരും വാങ്ങുന്നത് കൊണ്ട് ബി മുഅജ്ജലിൻ, ഒരു മുഅജ്ജലായിട്ടുള്ള സമനിന് പകരമായിട്ട് സാധനം വാങ്ങുന്നു. വയകൂനൽ മുബ്തഅഉ ലഹുമ, അങ്ങനെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള സാധനം രണ്ടു പേർക്കും കൂടി ആവണം എന്നുള്ള ഒരു വ്യവസ്ഥയിലും. ഫൈദാ ബഅ, പിന്നീട് അവർ രണ്ടുപേരും ആ സ്വത്ത് വിറ്റ് കഴിഞ്ഞാൽ കാനൽ ഫാളിൽ അനിൽ അസ്മാനിൽ മുബ്തഅഇ ബിഹ, എന്തൊരു സമന് വെച്ചിട്ടായിരുന്നു അവരത് വാങ്ങിയിരുന്നത് അതിൽ നിന്നും മിച്ചം ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ആകും ബൈനഹുമ, അവർക്ക് രണ്ടു പേർക്കിടയിലാകും. ഓക്കെ, അതായത് അവർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നു, സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നു. അങ്ങനെ അവർക്ക് ലഭിച്ചിട്ടുള്ള ലാഭം മാത്രം രണ്ടു പേർ തമ്മിൽ വീതിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറയുന്നത്. ഏതായാലും വഹാദിഹിൽ അൻവാഉ സലാസതു ബാത്തിലത്തുൻ, ഓക്കെ, ഇപ്പറഞ്ഞ മൂന്ന് ഇടപാടുകളും ബാത്തിലാണ്, അത് പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇടപാടുകൾ നടത്തുകയാണെങ്കിലോ വയഖ്തസു കുല്ലും മിന ശരീകൈനി, ഇപ്പറഞ്ഞ ഇടപാടുകളെല്ലാം രണ്ട് കൂട്ടാളികളും പ്രത്യേകമാകും. ബിമാ യക്സിബുഹു, അവൻ എന്താണോ അധ്വാനിക്കുന്നത് അതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷിർക്കത്തുൽ അബ്ദാനിൽ ഒന്നാമത്തെ ചുമട്ടു തൊഴിലാളിക്ക് എന്താണോ വരുമാനം കിട്ടിയിട്ടുള്ളത് അതാണ് അവൻ എടുക്കേണ്ടത്, മറ്റേ തൊഴിലാളിക്ക് കിട്ടിയത് മറ്റേയാളും എടുക്കണം എന്നുള്ളതുപോലെ ബിമാ യക്സിബുഹു ബി ബദനിഹി ഔ മാലിഹി, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവനാണെങ്കിൽ സ്വന്തം സമ്പത്ത് കൊണ്ട് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ വരുമാനം അയാളും മറ്റേയാൾക്ക് കിട്ടിയത് മറ്റേയാളുമാണ് എടുക്കേണ്ടത്. ഔ യഷ്തരീഹി, അല്ലെങ്കിൽ മൂന്നാമത്തെ ഷിർക്കത്തുൽ വുജൂഹിൽ ഒരാൾ എന്താണോ വാങ്ങിയത് അതിൻ്റെ വരുമാനം മാത്രമേ അയാൾ എടുക്കാവൂ എന്നതല്ലാതെ അതിൻ്റെ വരുമാനമെല്ലാം എന്ത് ചെയ്തുകൊണ്ട് കൂട്ടുസ്വത്തായിട്ട് കണ്ടിട്ട് വീതിക്കുന്ന ഒരു ഏർപ്പാട് ശറഇൽ അനുവദനീയമല്ല എന്നർത്ഥം.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇസ്ലാം അനുവദിക്കുന്ന ഷിർക്കത്ത് എന്നാൽ അത് കൂട്ടാളികളായിട്ടുള്ള എല്ലാവരും അവരുടെ മൂലധനം എടുത്ത് അത് മിക്സ് ചെയ്തുകൊണ്ട് പിന്നീട് അതിൽ നിന്നും ബിസിനസ് ചെയ്തോ മറ്റോ വരുമാനം കണ്ടെത്തി അതിൻ്റെ ലാഭം അവർക്ക് പരസ്പരം വീതിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂവെന്ന്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഷിർക്കത്തുൽ ഐനാന് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. വ ഷിർക്കത്തുൽ ഐനാനി സ്വഹീഹത്തുൻ വഹിയ അൻ യഷ്തരിക ഫി മാലില്ലഹുമ. അൻ യഷ്തരിക രണ്ടുപേരും പങ്കാളികളാവലാണ്. ഫി മാലില്ലഹുമ അവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു സ്വത്തിൽ. ഓക്കെ, അതായത് രണ്ടുപേരുടെയുമായിട്ട് ആദ്യമേ ഖൽത്ത് ചെയ്തിട്ടുള്ള ഒരു സ്വത്തിൽ രണ്ടുപേർ പങ്കാളികളാവലാണ്. ലിയത്തജിറാ ഫീഹി അലാ മാ സയഅതി ബയാനുഹു. ഇനി വരുന്ന രൂപത്തിൽ ആ സമ്പത്തിൽ രണ്ടുപേരും കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി വൽ ഐനാനു ബി കസ്രിൽ ഐനി മിൻ അന്ന ഷൈഉ. അന്ന ഷൈഉ എന്ന് പറഞ്ഞാൽ ലോഹറ, അത് പ്രകടമായി എന്നാണ് അർത്ഥം. ഖാലഹുൽ ജൗഹരിയു. ഓക്കെ, വ ഇഷ്തറതു ഫീഹ. ഇങ്ങനെയുള്ള ഷിർക്കത്തുൽ ഐനാനിൽ ഷർത്താണ് ലഫ്ളുൻ യദുല്ലു അലൽ ഇദ്നി ഫി തസറുഫി മിൻ കുല്ലി മിൻഹുമാ ലിൽ ആഖരി. ആ ഷിർക്കത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേര് എല്ലാ രണ്ടുപേരിൽ നിന്നും മറ്റേയാൾക്ക് എന്ത് വേണം? തൻ്റെ സ്വത്തിൽ തസറുഫ് നടത്താനുള്ള ഇതിനുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാനും 100 രൂപയെടുത്തു, മറ്റൊരാളും 100 രൂപയെടുത്തു. അങ്ങനെയുള്ള ആ 200 രൂപയിൽ നിന്നും രണ്ടുപേരും കച്ചവടം നടത്തുകയാണ്. അപ്പോൾ എൻ്റെ 100 രൂപയിൽ കച്ചവടം നടത്താൻ ഞാൻ മറ്റേയാൾക്ക് അനുവാദം കൊടുക്കണം. അവൻ്റെ 100 രൂപയിൽ ഞാൻ കച്ചവടം നടത്താൻ എനിക്ക് അവൻ്റെ അനുവാദവും വേണമെന്നർത്ഥം. ഓക്കെ, ഏതായാലും വ മഅലൂമുൻ അറിയപ്പെട്ടതാണല്ലോ അന്ന തസറുഫ ബിൽ ബൈഇ വശിറാഇ. ഇവിടെ തസറുഫ് എന്ന് പറഞ്ഞാൽ ബൈഇ ശിറാഇ ആണ് ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. വഹുവ മഅന ഖൗലി റൗളത്തി. ഇത് തന്നെയാണ് റൗളയിൽ ബഹുമാനപ്പെട്ട നബവി ഇമാം പറഞ്ഞതിൻ്റെയും കഅസ്ലിഹ അതിൻ്റെ അസ്ലായിട്ടുള്ള ഷറഹുൽ കബീറിൽ ബഹുമാനപ്പെട്ട റാഫി ഇമാമും പറഞ്ഞത് എന്ത്? ഫി തിജാറത്തി വ തസറുഫി എന്ന്, അതായത് തിജാറത്തിലും തസറുഫിലുമുള്ള ഇതിന് വേണം എന്നർത്ഥം. അപ്പോൾ ഫലവ്യഖ്തസറ അല ഇഷ്തറക്ന. ഇഷ്തറക്ന എന്ന് മാത്രം ഇവർ രണ്ടുപേരും പറയുകയാണെങ്കിലോ ലം യക്ഫി ഫിൽ ഇദ്നിൽ മദ്കൂരി ഫിൽ അസഹി. അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം തസറുഫിലുള്ള ഇതിന് ഇഷ്തറക്ന എന്നുള്ള പദം മാത്രം പറഞ്ഞാൽ അത് മതിയാവുകയില്ല. ലിഖുസൂരിൽ ലഫ്ളി അൻഹു. കാരണം ഇഷ്തറക്ന എന്നുള്ള പദം ആ ഇതിനെ തൊട്ട് ചുരുങ്ങിയിട്ടുണ്ട്, ഇതിന് അതിൽ കാണാൻ സാധ്യമല്ല എന്നർത്ഥം. എന്നാൽ ഇഷ്തറക്ന എന്ന് പറഞ്ഞാൽ തന്നെ അത് മതിയാകുന്നതാണ് എന്ന് പറയുന്ന അസഹിന്റെ സാനിക്കാർ വസാനി യഖൂലു യുഫ്ഹമു മിൻഹു ഉർഫൻ. ഇങ്ങനെ ഇഷ്തറക്ന എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ ആ ഇതിന് സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെടുന്നതാണ്. ഇനി മറ്റൊരു ഇതിനിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി വഇഷ്തറതു ഫീഹിമ അഹ്ലിയത്തു തൗക്കീലി വതവക്കുലി. ഓക്കെ, വക്കാലത്തിൻ്റെ ബാബ് നമുക്കിനി പഠിക്കാനുള്ളതാണ്. ഏതായിരുന്നാലും ഈ ഷിർക്കത്തിലുണ്ടാകുന്നത് എന്താ? എൻ്റെ കാശിൽ ഇടപാട് നടത്താൻ ഞാൻ മറ്റൊരാളെ, എൻ്റെ ശരീക്കിനെ വക്കാലത്തേൽപ്പിക്കുന്നു, അവൻ എന്നെയും വക്കാലത്തേൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ തൗക്കീൽ ഏൽപ്പിക്കാനും തവക്കുൽ ഏറ്റെടുക്കാനുമുള്ള അഹ്ലിയത്ത് രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. അതും ഈ ഷിർക്കത്തുൽ ഐനാനിൽ ഷർത്താണ് എന്നർത്ഥം. കാരണം ഫഇന്ന കുല്ല മിൻഹുമാ വക്കീലുൻ അനിൽ ആഖരി ഫീ മാലിഹി. ഈ ഷിർക്കത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേരും മറ്റേയാളുടെ സമ്പത്തിൽ ഇടപാട് നടത്താൻ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ടവനാണല്ലോ എന്നതാണ് അതിനുള്ള കാരണം. ഓക്കെ, ഏതായാലും നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഷിർക്കത്തുൽ ഐനാൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സമ്പത്ത് ഖൽത്ത് ചെയ്തുകൊണ്ടുള്ള കാര്യമായിരിക്കണമെന്ന് അല്ലേ? അതായത് എൻ്റെ സ്വത്ത് ഇന്നത്, മറ്റവൻ്റെ സ്വത്ത് മറ്റേത് എന്നുള്ള രൂപത്തിൽ ഒരു വേർതിരിവ് അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വതസിഹു ഷിർക്കത്തു ഫീ കുല്ലി മിസ്ലിയൻ. മിസ്ലിയായിട്ടുള്ള കാര്യത്തിലെല്ലാം ഷിർക്കത്ത് പറ്റുന്നതാണ്. നഖദിൻ വഗൈരിഹി കൽ ഹിൻതത്തി. അത് നഖദാവട്ടെ, ഗോതമ്പ് പോലെയുള്ള നഖദ് അല്ലാത്ത കാര്യമാകട്ടെ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഗോതമ്പ് പോലത്തത് തന്നെയായിരിക്കും മറ്റേയാളും ഗോതമ്പായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ഖൽത്ത് ചെയ്താൽ പിന്നെ ആരുടെ ഗോതമ്പാണ് ഇത്, മറ്റേയാളുടേതാണ് ഏത് എന്നൊന്നും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മിസ്ലിയായിട്ടുള്ള കാര്യങ്ങളിൽ ഷിർക്കത്ത് പറ്റുന്നതാണ്. ദൂനൽ മുതഖവ്വിമി ബി കസ്രിൽ വാവി. ഓക്കെ, മുതഖവ്വിമായ കാര്യത്തിൽ പറ്റൂല. ഏതുപോലെ രണ്ട് ഹയവാനിൻ്റെ വിഷയത്തിലാണ് ഷിർക്കത്ത് നടത്തുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും രണ്ട് ഹയവാനിനെ കണ്ടാൽ എൻ്റേത് ഏതാണ് എന്നും മറ്റേയാളുടേത് ഏതാണ് എന്നും കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ മുതഖവ്വിമായിട്ടുള്ള കാര്യത്തിൽ ഖൽത്ത് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ഷിർക്കത്ത് പാടില്ല എന്നാണ് പറയുന്നത്. കസിയാബി, വസ്ത്രങ്ങളെപ്പോലെ. ഓക്കെ, ഏതായാലും അത്തരത്തിലുള്ള മുതഖവ്വിമാണ് എങ്കിലും അതിൽ ഷിർക്കത്ത് പറ്റുന്ന ഒരു രൂപം ഇനി വരാനിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം.
ഏതായാലും വഖീല, ഇനി ഒരു ലഈഫായിട്ടുള്ള ഖൗലുണ്ട്, തഖ്തസ്സു ബിൻ നഖദിൽ മദ്റൂബി മിനദ് ദറാഹിമി വദ്ദനാനീരി. ഓക്കെ, നഖദ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് എന്താവട്ടെ, ഒരു നാണയമാക്കി അടിക്കപ്പെട്ടതാവട്ടെ അടിക്കപ്പെടാതിരിക്കട്ടെ, എന്തായാലും അത് പറ്റുമായിരുന്നു. എന്നാൽ ഈ ഖീല പ്രകാരം അങ്ങനെ നാണയമായിട്ട് അടിക്കപ്പെട്ട ദിർഹം ദനാനീറിൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ, ശിർക്കത്ത് പറ്റുകയുള്ളൂ എന്നുണ്ട്. വഫീ ജവാസിഹാ ഫി ദറാഹിമിൽ മഗ്ശൂഷത്തി വജ്ഹാനി. ഇനി മഗ്ശൂഷത്തായിട്ടുള്ള, അതായത് മറ്റുള്ള ലോഹങ്ങൾ ചേർത്തുകൊണ്ട് വെറും വെള്ളി മാത്രമല്ലാത്ത ദിർഹമുകൾ, അത്തരം ദിർഹമുകളിൽ എന്ത് പറ്റുമോ, ശിർക്കത്ത് പറ്റുമോ എന്നുള്ള വിഷയത്തിൽ രണ്ട് വജുഹുകളുണ്ട്. അസഹുമാ ഫി റൗളത്തി അൽ ജവാസു. ഓക്കെ, റൗളയിൽ പറയുന്നത് അത് പറ്റുമെന്നാണ്. ഇനി ഇസ്തമറ ഫിൽ ബലദി റവാജുഹ, ആ നാട്ടിൽ അത് സാധാരണഗതിയിൽ റവാജായിട്ട് പോകുന്നുണ്ട് എങ്കിൽ, അതായത് അത്തരത്തിലുള്ള ദിർഹമാണ് എങ്കിലും അത് സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് എങ്കിൽ അത് പറ്റുമെന്നാണ് റൗള നവവി ഇമാം പറഞ്ഞിട്ടുള്ളത്. വലാ യജൂസു ഫി തിബിരി. ഓക്കെ, തിബിർ എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെയൊക്കെ അസ്ലിനെ കുറിച്ചാണ് പറയാം. അതായത് സ്വർണ്ണമണ്ണ് എന്നൊക്കെ അതിനെക്കുറിച്ച് അർത്ഥം കാണാം. അതായത് അത്തരത്തിലുള്ള കാര്യം പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സ്വർണം ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള തിബിറിൽ എന്ത് പാടില്ല, തങ്കത്തിൽ എന്ത് പാടില്ല, ഇത്തരത്തിൽ ശിർക്കത്ത് പാടില്ല. ഫീഹി വജുഹുൻ ഫി തത്തിമ്മത്തി. തത്തിമ്മത്തി എന്നുള്ള കിതാബിൽ ഇതിനെക്കുറിച്ചും ഒരു ലഈഫായിട്ടുള്ള വജുഹ് നമുക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തത് വയുഷ്തറത്തു ഖൽത്തുൽ മാലൈനി ബിഹൈസു ലാ യതമയ്യസാനി. രണ്ട് പേരും എടുക്കുന്ന മൂലധനം അത് പരസ്പരം വേർതിരിയാത്ത കോലത്തിൽ ഖൽത്തു ചെയ്യൽ, മിക്സ് ചെയ്യൽ ഷർത്താണ്. വയകൂനുൽ ഖൽത്തു ഖബ്ലൽ അഖദി. ആ ഖൽത്തു തന്നെ ഈ ശിർക്കത്ത് എന്നുള്ള അഖദ് നടക്കുന്നതിന് മുമ്പായിരിക്കണം. ഇനി ഫഇൻ വഖഅ ബഅദഹു ഫി മജ്ലിസിഹി. ഇനി ആ അഖദ് നടന്നതിന് ശേഷം അതിൻ്റെ മജ്ലിസിൽ വെച്ചു തന്നെയാണ് ഖൽത്ത് നടക്കുന്നത് എങ്കിൽ ഫവജ്ഹാനി ഫി തതിമ്മത്തി. അപ്പോൾ മുതവല്ലി ഇമാം അതിനെക്കുറിച്ചും രണ്ട് വജുഹുകൾ പറയുന്നുണ്ട്. അസഹഹുമൽ മൻഉ, അത് പാടില്ല എന്നുള്ളതാണ് അതിൽ അസഹായിട്ടുള്ള അഭിപ്രായം. ഐ ഫയുആദുൽ അഖദു, അപ്പോൾ ആ ഖൽത്ത് നടന്നതിന് ശേഷം ഒന്നുകൂടെ ആ ശിർക്കത്ത് എന്നുള്ള അഖദ് മടക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. ഏതായാലും വലാ യക്ഫിൽ ഖൽത്തു മഅ ഇഖ്തിലാഫി ജിൻസിൻ കദറാഹിമ വദനാനീറ. ഓക്കെ, ഖൽത്ത് ചെയ്യണം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടുപേരുടെയും മാല് ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ജിൻസ് വ്യത്യാസപ്പെട്ടിരിക്കെ ഖൽത്ത് നടത്തുന്നത് ശരിയാകുന്നതല്ല. അതായത് സെയ്ദ് എടുക്കുന്നത് ദിർഹമുകളാണ്, അംർ എടുക്കുന്നത് ദീനാറുകളാണെങ്കിൽ അത് ശരിയാകുന്നതല്ല എന്നുള്ളതുപോലെ ഔ സിഫത്തിൻ കസിഹാഹിൻ വ മുകസ്സറത്തിൻ. ഒരാൾ എടുക്കുന്നത് എന്താണ്? നല്ല ഉഷാറായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ദിർഹമാണ്, എന്നാൽ മറ്റേയാൾ എടുക്കുന്നതോ പൊട്ടിയിട്ടുള്ള ദിർഹമാണ് എങ്കിലും അവിടെയും ഖൽത്ത് ചെയ്യൽ ശരിയാകുന്നതല്ല. വഹിന്തത്തിൻ ഹംറാ വഹിന്തത്തിൻ ബൈളാ. ഒരാളെടുക്കുന്നത് ചുവന്ന ഗോതമ്പാണ്, മറ്റേയാളെടുക്കുന്നത് വെളുത്ത ഗോതമ്പാണ് എങ്കിലും അവിടെയും ഖൽത്ത് റെഡിയാകുന്നതല്ല. ഫലാ തസിഹു ശിർക്കത്തു ഫീ ദാലിക. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിലുള്ള ശിർക്കത്ത് റെഡിയാകുന്നതല്ല. ഹാദാ ഐ ഇഷ്തിറാത്തുൽ ഖൽത്ത് ഇദാ അഖ്റജ മാലൈനി വഅഖദാ. ഓക്കെ, ഇവിടെ നമ്മൾ ഖൽത്ത് ചെയ്യൽ ഷർത്താണ് എന്ന് പറഞ്ഞല്ലോ. അത് എപ്പോൾ മാത്രമാണ്? ഇദാ അഖ്റജ മാലീനി വഅഖദ. അവർ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂലധനങ്ങൾ പുറപ്പെടുവിക്കുകയും അങ്ങനെ അതിൽ അഖദ് നടത്തുകയും ചെയ്യുമ്പോഴാണ്. അതായത് സെയ്ദും ഒരു 100 രൂപ എടുക്കുന്നു, അംറും 100 രൂപ എടുക്കുമ്പോഴാണ് പിന്നീട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ ആദ്യമേ മിക്സ് ചെയ്യപ്പെട്ട ഒരു സ്വത്താണ് എങ്കിലോ, അതായത് രണ്ടു പേർക്കും കൂടെ അനന്തരമായിട്ട് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ വാങ്ങിയിട്ടുള്ള ഒരു സ്വത്തിലാണ് അവർ പിന്നീട് ശിർക്കത്ത് നടത്തുന്നത് എങ്കിലോ പിന്നീട് അതിൽ മറ്റൊരു ഖൽത്ത് നടത്തേണ്ട ആവശ്യമില്ല. കാരണം ആദ്യമേ ആ സ്വത്ത് എന്താണ്? മുഷ്തറക്കാണെന്നർത്ഥം. ഓക്കെ, ഫഇൻ മലക മുഷ്തറക്കൻ മിമ്മാ തസിഹു ഫീഹി ശിർക്കത്തു. ശിർക്കത്ത് നടത്താൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ അവൾ മുഷ്തറക്കായിട്ടുള്ള സാധനത്തെ തന്നെയാണ് രണ്ടുപേരും എന്ത് ചെയ്തിട്ടുള്ളത്? ഉടമപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ അതെങ്ങനെയാകാം? ബി ഇർസിൻ, രണ്ടുപേർക്കും കൂടി അനന്തര സ്വത്തായിട്ട് ലഭിച്ചതാണ്. ഷിറാഇൻ, രണ്ടുപേരും കൂടെ വാങ്ങിച്ചതാണ്. വഗൈരിഹിമ, ഇതല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടായാലും. അതിനെ കുല്ലുല്ലിൽ ആഖിരി ഫി തിജാറത്തി ഫീഹി. അങ്ങനെ അതിലുള്ള ഓരോരുത്തരും മറ്റേയാൾക്ക് എന്ത് ചെയ്യാണ്? തൻ്റെ അവകാശത്തിലുള്ള സാധനത്തിലും തിജാറത്ത് നടത്താനുള്ള അവകാശം നൽകുകയാണ് എങ്കിൽ തമ്മത്തി ഷിർക്കത്തു, അതോടുകൂടെ അവിടെയുള്ള ഷിർക്കത്ത് റെഡിയാകുന്നതാണ്. കാരണം ലി അന്നൽ മഖ്സൂദ ബിൽ ഖൽത്തി ഹാസിലുൻ, ഖൽത്ത് കൊണ്ടുള്ള ഉദ്ദേശം അവിടെയും എന്താണ്? ഹാസിലാണ്, കരസ്ഥമായതാണ്. കാരണം ഇന്നാലിന്ന ആളുടേത് ഇന്നാലിന്ന സ്വത്ത് എന്നുള്ള ഒരു വകതിരിവ് അവിടെ കാണാൻ സാധ്യമല്ല എന്നർത്ഥം.
മുതഖവ്വിമായിട്ടുള്ള സ്വത്തിൽ ശിർക്കത്ത് പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം അതിൽ ഖൽത്ത് റെഡിയാകുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അത്തരത്തിലുള്ള സ്വത്തുക്കൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മുഷ്തറക്കായിട്ടുള്ള സ്വത്താക്കി മാറ്റാവുന്നതാണ്. അതായത് സെയ്ദ് തൻ്റെ ഹൈവാനുമായിട്ട് വരുന്നു, അംർ തൻ്റെ ഹൈവാനുമായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഒരിക്കലും ഖൽത്ത് സാധ്യമല്ല എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ എന്ത് ചെയ്യുകയാണ്? ഈ സെയ്ദ് തൻ്റെ ഹൈവാനിൻ്റെ പകുതി ഭാഗം എന്തു ചെയ്യാണ്? അംറിൻ്റെ പകുതി ഹൈവാനിന് പകരമായിട്ട് വിൽപ്പന നടത്തുകയാണ് എങ്കിൽ ഓരോ ഹൈവാനും മുഷ്തറക്കായിട്ടുള്ള സ്വത്തായിട്ട് മാറി. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മുതഖവ്വിമായിട്ടുള്ള സ്വത്തിൽ നമുക്ക് ശിർക്കത്ത് നടത്താവുന്നതാണ്. അതാണ് അടുത്തത് പറയുന്നത്. വൽ ഹൈലത്തു ഫി ശിർക്കത്തി ഫിൽ ഉറൂളി മിനൽ മുതഖവ്വിമി കസിയാബി. ഓക്കെ, സിയാബ് പോലെയുള്ള മുതഖവ്വിമായ റൂളിൽ ഷിർക്കത്ത് നടത്താനുള്ള തന്ത്രം എന്താണെന്ന് വെച്ചാൽ അയ്യബിഅ കുല്ലു വാഹിദി മിൻഹുമ, രണ്ട് ഷരീക്കുകളിലുള്ള എല്ലാ ഓരോരുത്തരും വിൽപ്പന നടത്തലാണ്. ബഅള അർളിഹി, തൻ്റെ അർളിൻ്റെ ബഅളിനെ വിൽപ്പന നടത്തുക. ബി ബഅളി അർളിൽ ആഖിരി, മറ്റേയാളുടെ ബഅളു അർളിന് പകരമായിട്ട്. വയഅ്ദന ലഹു ഫി തസറുഫി ബഅദ തഖാബുലി, അങ്ങനെ ആ വിൽപ്പന നടന്നതിന് ശേഷം അവിടെ ഖബൂൽ നടന്നതിന് ശേഷം മറ്റേയാൾക്ക് തസറുഫ് നടത്താനുള്ള സമ്മതം നൽകലുമാണ്. ഇനി അവിടെ പറഞ്ഞ ബഅൾ എന്നുള്ളത് വൽ ബഅലു കൻ നിസ്ഫി ബിൻ നിസ്ബി വസ്സുലിസി ബിസ്സുലിസൈനി, അത് എങ്ങനെയുമാകാം. എൻ്റെ മൃഗത്തിൻ്റെ പകുതി നിൻ്റെ മൃഗത്തിൻ്റെ പകുതി എന്നാകാം, അല്ലെങ്കിൽ എൻ്റെ മൃഗത്തിൻ്റെ 1/3 നിൻ്റെ ഹൈവാനിൻ്റെ 2/3 എങ്ങനെയുമാകാം എന്നർത്ഥം. ഏതായാലും വലാ ഇഷ്തറത്തു ഇൽമുഹുമാ ബിഖീമത്തിൽ അർളൈനി അല സ്വഹീഹി, സ്വഹീഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം രണ്ടുപേരും എന്ത് ചെയ്യണമെന്നില്ല, ആ അർളുകളുടെ ഖീമത്ത് എത്രയാണ് എന്ന് അറിയൽ ഷർത്തില്ല. ദക്കറഹു ഫി റൗളത്തി, റൗളയിൽ നബവി ഇമാം ഈ ഒരു വിഷയം പറയുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും വസവാഉൻ തജാനസ അം ഇഖ്തലഫ, ഈ ഒരു വിഷയത്തിൽ, അതായത് രണ്ടുപേരും ബഅളിനെ വിൽപ്പന നടത്തുന്ന വിഷയത്തിൽ ആ രണ്ട് സാധനങ്ങളും ഒരേ ജിൻസിൽ പെടട്ടെ പെടാതിരിക്കട്ടെ, അപ്പോഴെല്ലാം ഹീലത്ത് അവിടെ അപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. വഖൗലുഹു കുല്ലുൻ, കുല്ലുൻ എന്നുള്ള പദം, ഓക്കെ, അതായത് നമ്മൾ എന്ത് പഠിച്ചിരുന്നു? അയ്യബിഅ കുല്ലു വാഹിദി മിൻഹുമാ എന്ന് പഠിച്ചിരുന്നല്ലോ. അവിടെ കുല്ലുൻ എന്നുള്ള പദപ്രയോഗം മുഹ്താജുൻ ഇലൈഹി ഫിൽ ഇദ്നി, ഇതിനിൻ്റെ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള പദമാണ് എന്ന് പറഞ്ഞാൽ, വയഅ്ദന ലഹു എന്ന് പറഞ്ഞാൽ എല്ലാവരും, ആ രണ്ടു പേരും എന്ത് ചെയ്യണം? മറ്റേയാൾക്ക് സമ്മതം നൽകണം എന്നുള്ള അർത്ഥത്തിൽ അവിടെ കുല്ലുൻ എന്നുള്ള പദം ഉപയോഗിക്കണം, അത് നിർബന്ധമാണ് എന്നർത്ഥം. എന്നാൽ വനിസ്ബത്തുൽ ബൈഅ ഇലൈഹി, ബൈഅ എന്നുള്ള പദപ്രയോഗം ഈ കുല്ല് എന്നുള്ള പദത്തിലേക്ക് ചേർക്കുന്നത്. ഓക്കെ, അതായത് യബീഅ കുല്ലു വാഹിദിൻ എന്നാണല്ലോ പറഞ്ഞത്. സത്യത്തിൽ ഒരാൾ വിൽപ്പനക്കാരനാകുമ്പോൾ മറ്റേ ആൾ മുഷ്തരിയായിരിക്കും അല്ലേ? അപ്പോൾ രണ്ടുപേരും വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞത് ബിന്നളരി ഇലൽ മുഷ്തരി, അത് മുഷ്തരിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ മുഷ്തരിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബൈഅ നടത്തുകയല്ലല്ലോ, എന്നാലും അവനെക്കുറിച്ച് കുല്ലുൻ എന്നുള്ള പദപ്രയോഗത്തിലൂടെ മുഷ്തരിയും ബൈഅ നടക്കുന്നു എന്ന് നമുക്ക് ലഭിക്കും. അതെങ്ങനെയാണ് ശരിയാക്കുക? ബിതഅ്വീലി അന്നഹു ബാഇഉൽ ലിസമനി, അവൻ ആ സമനിനെ വിൽക്കുന്നവനാണല്ലോ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് മുഷ്തരിയുടെ ഭാഗത്തേക്ക് യബീഅ എന്നുള്ള പദത്തെ നമ്മൾ ചേർത്തി കൊടുക്കുന്നത് എന്നർത്ഥം. ഇനി അടുത്തത് വലാ ഇഷ്തറത്തു ഫി ശിർക്കത്തി തസാവി ഖദ്രിൽ മാലൈനി ഐ തസാവിഹിമാ ഫിൽ ഖദ്രി. ഓക്കെ, രണ്ടുപേരും എടുക്കുന്ന സമ്പത്ത് അത് സെയിം ആയിക്കൊള്ളണമെന്ന് ഷിർക്കത്തിൽ നിബന്ധനയില്ല എന്നർത്ഥം. കമാ ഫിൽ മുഹററി വഗൈരിഹി. വഖീല യുഷ്തറത്തു, രണ്ടുപേരും സെയിം ആയിരിക്കണം എന്ന് ഷർത്താണ് എന്നൊരു ലൈഫായിട്ടുള്ള അഭിപ്രായമുണ്ട്. ലി തസാവി ഫിൽ അമലി, കാരണം രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തനം സെയിം ആവണമല്ലോ എന്നുള്ളത് കൊണ്ട്. ഇനി അടുത്തത് വൽ അസഹു അന്നഹു ലാ യുഷ്തറത്തുൽ ഇൽമു ബിഖദ്രിഹിമാ ഇൻദൽ അഖദി. ഓക്കെ, അഖദിൻ്റെ അവസരത്തിൽ രണ്ടു പേരുടെയും മാല് എത്രത്തോളമുണ്ട് എന്ന് അറിയലും ഷർത്തില്ല. ഐ ബിഖദ്രി കുല്ലി മിനൽ മാലൈനി അഹുവൻ നിസ്ഫു അം ഗൈറുഹു. ഓക്കെ, ഓരോരുത്തരുടെയും സമ്പത്ത് എത്രത്തോളമാണ്, അത് പകുതിയാണോ അതല്ല 1/3 ആണോ എന്നൊക്കെ അറിയൽ അഖദിൻ്റെ അവസരത്തിൽ തന്നെ അറിയൽ ഷർത്തില്ല. ഇദാ അംകന മഅരിഫതുഹു മിൻ ബഅദു, പിന്നീട് അത് അറിയൽ സാധ്യമാണ് എങ്കിൽ. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു അസഹ് ഇവിടെ വരാനുള്ള കാരണം വമഅഖദുൽ ഖിലാഫി, ഇങ്ങനെ ഒരു ഖിലാഫ് ഉടലെടുത്തത് ഏതിൽ നിന്നാണ്? അന്നഹു ഇദാ കാന ബൈന ഇസ്നൈനി മാലുൻ മുഷ്തറക്കുൻ. ഓക്കെ, രണ്ടു പേർക്കിടയിൽ മുഷ്തറക്കായിട്ടുള്ള ഒരു മാലുണ്ട്. കുല്ലു മിൻഹുമാ ജാഹിലുൻ ബിഖദ്രി ഹിസ്സതിഹി മിൻഹു, അതിൽ നിന്നുള്ള ഓരോരുത്തരും തനിക്ക് എത്രത്തോളമാണ് അതിൽ അവകാശമുള്ളത് എന്ന് അറിയാത്തവരാണ്. അപ്പോൾ ഫഅദിന കുല്ലു മിൻഹുമാ ലിൽ ആഖിരി ഫി തസറുഫി ഫി നസീബിഹി മിൻഹു, ആ അവസരത്തിലാണ് അവർ
ഷിർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും മറ്റേയാൾക്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് അവകാശപ്പെട്ട നസീബിൽ നീയും കച്ചവടം നടത്തിക്കോ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യസിഹുൽ ഇദ്നു ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അത് അറിയില്ല എങ്കിലും, ഓരോരുത്തരുടെയും ഖദർ എത്രയാണ് അറിയില്ല എങ്കിലും ഈ തസറുഫ് നടത്താനുള്ള ഇതിന് അവിടെ സ്വഹീഹാകുന്നതാണ്. വയകൂനു സമനു ബൈനഹുമാ മുബ്ഹമൻ കൽ മുസമ്മനി. ഓക്കെ, എന്നാൽ പിന്നീട് അതിന് കിട്ടുന്ന, അത് വിറ്റിട്ട് കിട്ടുന്ന ആ സമന് ഏതുപോലെ തന്നെയാകും, മുസമ്മന് പോലെ തന്നെ, അതായത് മുഷ്തറക്കായിട്ടുള്ള ആ സ്വത്തിനെ പോലെ തന്നെ മുബ്ഹമായിരിക്കും. പിന്നീട് അത് എത്രയായിരുന്നുവെന്ന് നോക്കിയിട്ട് വേണം ആ സമന് വീതിക്കുവാൻ എന്നർത്ഥം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഷിർക്കത്ത് എന്നാൽ ഓരോരുത്തരും അവരുടെ സ്വത്തിൽ ക്രയവിക്രയം നടത്താൻ മറ്റേയാളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നത് പോലെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ വക്കാലത്തിലുള്ളതുപോലെ മറ്റേയാൾക്ക് ലൊറർ ഉണ്ടാക്കാത്ത രൂപത്തിലാണ്, ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലാണ് ഓരോരുത്തരും അതിൽ ഇടപാട് നടത്തേണ്ടത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വയതസല്ലത്തു കുല്ലു മിൻഹുമാ അല തസറുഫി ബിലാ ലൊററിൻ. മറ്റേയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലാണ് ഓരോരുത്തരും അത് തസറുഫ് നടത്തുന്നതിൻ്റെ മേൽ എന്ത് ചെയ്യേണ്ടത്, ആധിപത്യം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് തസറുഫ് നടത്തുകയാണെങ്കിലും മറ്റേയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലായിരിക്കണം അത് നടത്തേണ്ടത്. അപ്പോൾ ഫലാ യബിഉ നസീഅതൻ, മുഅജ്ജലായിട്ട് ഒരിക്കലും ആ വസ്തുവിനെ വിൽക്കാൻ പാടില്ല. കാരണം അഥവാ പിന്നീട് ആ കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇവന് മാത്രമല്ല മറിച്ച് അവൻ്റെ ശരീക്കിനെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. വലാ ബിഗൈരി നഖദിൽ ബലദി എന്നുള്ളതുപോലെ അവിടെ റവാജായിട്ടുള്ള നഖദല്ലാതെ മറ്റൊരു നഖദ് കൊണ്ടും വിൽക്കാൻ പാടില്ല. വലാ ബിഗബനിൻ ഫാഹിഷിൻ, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ചതിപ്രയോഗത്തിലൂടെയും വിൽക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ സാധനം ഒരാൾ വഞ്ചിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചുകൊണ്ട് 100 രൂപക്കാണ് വാങ്ങിച്ചു കൊണ്ടുപോയത്. അത്രത്തോളം മോശമായ തരത്തിൽ എന്തുണ്ടാക്കിക്കൊണ്ട് ചതിപ്രയോഗത്തിലൂടെ നടത്തിയിട്ടുള്ള കച്ചവടമാണെങ്കിലും അങ്ങനെയും ഇയാളത് ചെയ്യാൻ പാടില്ല. വലാ യുസാഫിറു ബിഹി, അത്തരത്തിലുള്ള ഒരു സമ്പത്ത് കൊണ്ട് ഇയാൾ മാത്രമായിട്ട് എന്ത് ചെയ്യാനും പാടില്ല, ഒരു യാത്ര ചെയ്യാനും പാടില്ല. അഥവാ യാത്രയിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അത് മറ്റേയാളെയും ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. എന്നുള്ളതുപോലെ വലാ യുബ്ലിഉഹു ബിളമ്മി തഹ്താനിയതി വസുകൂനിൽ മുവഹദതി. ഓക്കെ, യുബ്ലിഉഹു എന്ന് പറഞ്ഞാൽ യദ്ഫഉഹു, അത് മറ്റൊരാൾക്ക് നൽകാനും പാടില്ല. ആർക്ക്? ലിമ യഅമലു ഫീഹി മുതബർരിഅൻ, അതിൽ സ്വതന്ത്രമായിട്ട്, മുതബർരിഅൻ എന്ന് പറഞ്ഞാൽ വെറുതെ അതിൽ പണിയെടുക്കാമെന്ന് പറഞ്ഞു വന്ന ഒരാൾക്കത് നൽകാനും പാടില്ല. ഓക്കെ, അതായത് സെയ്ദും അമ്രും കൂടെ എന്ത് ചെയ്യാണ്, ഒരു തിജാറത്ത് നടത്തുകയാണ്. അപ്പോൾ സെയ്ദിനോട് ഖാലിദ് വന്നിട്ട് പറയാണ്, എന്ത്, നീ ഇപ്പോൾ പോയിക്കോ, ഞാൻ വേണമെങ്കിൽ നിനക്ക് ഈ തിജാറത്ത് ചെയ്തു തരാമെന്ന്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ തിജാറത്തിൻ്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അത് വെറുതെ ചെയ്തു കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അവൻക്ക് ഇത് നഷ്ടപ്പെട്ടാൽ ലൊമാനുണ്ടായിരിക്കുന്നതല്ല. അഥവാ ഈ തിജാറത്തിൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ ഖാലിദിന് അതിൽ ലൊമാനുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ അത് സെയ്ദിനെ മാത്രമല്ല അംറിനെയും ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരാൾ ചെയ്യാൻ പാടില്ല. ബിഗൈരി ഇദ്നിൻ, സമ്മതം ഇല്ലാതെ. ഹുവ ഖൈദുൻ ഫിൽ ജമീഇ, ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും, അതായത് നസീഅത്ത് മുതൽ മുതബർരിഅൻ വരെയുള്ള എല്ലാ വിഷയത്തിലും ബിഗൈരി ഇദ്നിൻ എന്നുള്ള ഖൈദ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഫഇൻ അബ്ലഅഹു ഔ സാഫറ ബിഹി ലമിന, ഇനി ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതമില്ലാതെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൊമാൻ അവൻ ഏറ്റെടുക്കേണ്ടതാണ്. ഇനി വഇൻ ബാഅ ബിഗബനിൻ ഫാഹിഷിൻ, ഇനി ഇത്തരത്തിൽ വളരെ നഷ്ടത്തിൽ ഒരാൾ വിൽക്കുകയാണെങ്കിലോ ലം യസിഹ ഫീ നസീബി ശരീക്കിഹി, ആ ഒരു കച്ചവടം അവൻ്റെ ശരീക്കിൻ്റെ നസീബിൽ ശരിയാകുന്നതല്ല. ഇനി വഫീ നസീബിഹി, അത് വിൽപ്പന നടത്തിയിട്ടുള്ള ശരീക്കിൻ്റെ നസീബിലുണ്ട് ഖൗലാ തഫ്രീഖി സഫഖത്തി, ഒരേ ഇടപാടിനെ തന്നെ തഫ്രീഖാക്കാൻ പറ്റുമോ എന്നുള്ളിടത്തുള്ള 2 ഖൗലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ മുഷ്തറക്കായിട്ടുള്ള ഒരു സ്വത്ത് ഒരാൾ വിൽപ്പന നടത്തുകയാണ് എങ്കിൽ അതിൽ ഇയാൾക്ക് അവകാശപ്പെട്ട വിൽപ്പനയൊന്ന് വേറെയും മറ്റേയാൾക്ക് അവകാശപ്പെട്ട സ്വത്തിൻ്റെ വിൽപ്പനയൊന്ന് വേറെയുമായിട്ട് അതിനെ 2 എണ്ണമാക്കാൻ പറ്റുമോ എന്നുള്ളിടത്ത് 2 ഖൗലുകളുണ്ട്. അതേ 2 ഖൗലുകൾ ഇവിടെ ഈ ഖബനുൻ ഫാഹിഷോട് കൂടെ വിറ്റ ആ ശരീക്കിൻ്റെ നസീബിലും ഉണ്ടായിത്തീരുന്നതാണ്. എന്ന് പറഞ്ഞാൽ തഫ്രീഖു സഫഖത്ത് പറ്റൂല എന്നാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ ഇവൻ്റെ മറ്റേ ശരീക്കിൻ്റെത് ശരിയാകാത്തത് കൊണ്ട് ഇവൻ്റെ നസീബിലും ശരിയാവുകയില്ല എന്ന് നമ്മൾ വെക്കും. ഇനി ഫൈൻ ഫറഖനാഹ, ഇനി ഒരു സഫഖത്തിനെ തന്നെ നമ്മൾ 2 എണ്ണമാക്കി തിരിക്കുകയാണ് എങ്കിലോ ആ ഖൗലാണ് നമ്മൾ പിടിക്കുന്നത് എങ്കിൽ, അതായത് ഇവൻ്റെ നസീബിലുള്ള ബൈഅ് വേറെയും മറ്റേയാളുടെ നസീബിലുള്ള ബൈഅ് വേറെയുമാണ് എന്ന് വെക്കുകയാണെങ്കിൽ ഇൻഫസഖത്ത് ശിർക്കത്ത് ഫിൽ മബീഇ, അതോടുകൂടെ ആ മബീഇലുള്ള ശിർക്കത്ത്, ഇവർക്ക് 2 പേർക്കും അവകാശപ്പെട്ട
കച്ചവടപ്പെട്ടത് എന്നുള്ള കാര്യം അതോടുകൂടെ മുൻഫസിഖായി പോകുന്നതാണ്. വസാറ മുഷ്തറക്കൻ ബൈനൽ മുഷ്തരി വശരീക്ക്, പിന്നീട് ഇത് വിൽപ്പന നടത്തുന്നതോടുകൂടെ അത് വാങ്ങിയ ആളുടെയും മറ്റേ ശരീക്കിൻ്റെയും ഇടയിലുള്ള കൂട്ടുസ്വത്തായിട്ടത് മാറുന്നതാണ്. എന്ന് പറഞ്ഞാൽ 1000 രൂപ വിലയുള്ള ഒരു പുസ്തകം, ഓക്കെ, സെയ്ദും അംറും കൂടി നടത്തുന്ന ഒരു പുസ്തക കടയാണ്. അതിൽ 1000 രൂപ വിലയുള്ള ഒരു പുസ്തകം സെയ്ദ് എന്ത് ചെയ്യുകയാണ്, ഖാലിദിന് 100 രൂപയ്ക്ക് വിൽക്കുകയാണ്, വളരെ ഗബനോടുകൂടെ വിൽക്കുകയാണ് എങ്കിൽ തഫ്രീഖു സഫഖത്ത് ഉണ്ടാവുകയില്ല എന്നുള്ള അഭിപ്രായ പ്രകാരം ആ കാശ് തിരികെ നൽകിയിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, സെയ്ദ് ആ കിതാബ് തിരികെ വാങ്ങേണ്ടതാണ്. ഇനി തഫ്രീഖു സഫഖത്ത് ഉണ്ട് എന്നുള്ള വാദപ്രകാരം 50 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, സെയ്ദുമായിട്ടുള്ള ഇടപാട് ആര് നടത്തുന്നു, ഖാലിദ് നടത്തുന്നു. പിന്നീട് ആ കിതാബിലുള്ള അവകാശം അത് ഖാലിദിനും അംറിനുമായിരിക്കും എന്നർത്ഥം. ഓക്കെ, കദാഫി റൗളത്തി കഅസ്ലിഹ, ഇങ്ങനെയാണ് റൗളയിലും അസ്ൽ റൗളയിലും ഉള്ളത്. വയുഖാസിബിൽ ഗബനി, നമ്മൾ നേരത്തെ പറഞ്ഞ ഗബനുമായിട്ട് ഖിയാസ് ചെയ്യപ്പെടുന്നതാണ് ബാക്കിയുള്ള അൽ ബൈഉ നസീഅതൻ എന്നുള്ളതും വബിഗൈരി നഖദിൽ ബലദി എന്നുള്ളതും. ഇനി പറയുന്നത് 2 പേർ ഷിർക്കത്ത് നടത്തുകയാണ് എങ്കിൽ, കൂട്ടുകച്ചവടം നടത്തുകയാണ് എങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ ഇടപാട് അവർക്ക് ഫസ്ഖ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷിർക്കത്ത് എന്നുള്ളത് ഒരു തരത്തിലുള്ള വക്കാലത്താണ്. അപ്പോൾ വക്കാലത്ത് എപ്പോഴും ഫസ്ഖ് ചെയ്യാവുന്നത് പോലെ ഷിർക്കത്തും ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക. വലികുല്ലിമിന ശരീക്കൈനി ഫസ്ഖുഹു ഐ അഖദി ഷിർക്കത്തി മതാഷാ കൽ വക്കാലത്തി, വക്കാലത്ത് പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും 2 പേർക്കും ആ അഖദ് ഷിർക്കത്തിനെ എന്ത് ചെയ്യാവുന്നതാണ്, ഫസ്ഖ് ചെയ്യാവുന്നതാണ്. വയൻഅസിലാനി അൻ തസറുഫി ജമീഅൻ ബിഫസ്ഖിഹിമാ, ഓക്കെ, ഐ ബി ഫസ്ഖി കുല്ലി മിൻഹുമ, ഓരോരുത്തരും ആ അഖദു ഷിർക്കത്തിനെ ഫസ്ഖ് ചെയ്യുന്നതോടുകൂടെ എല്ലാവരും ആ ഒരു തസറുഫിൽ നിന്നും, അതായത് എൻ്റെ സ്വത്ത് മറ്റേയാളും മറ്റവൻ്റെ സ്വത്ത് എനിക്കും അതുവരെ തസറുഫ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു, എന്നാൽ ഫസ്ഖ് ചെയ്യലോടുകൂടെ അത് പോയി പോകുന്നതാണ് എന്നർത്ഥം. ഇനി ഫഇൻ ഖാല അഹദുഹുമാ ലിൽ ആഖരി, ഇനി ഒരാൾ മാത്രം മറ്റേയാളോട് പറയാണ് അസൽ തുക, ഓക്കെ, അതായത് ഞാൻ നിന്നെ ഈ അഖദു ഷിർക്കത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഔ ലാ തതസറഫ് ഫീ നസീബി, അല്ലെങ്കിൽ എൻ്റെ ഓഹരിയിൽ നീ ഇനി ഇടപാട് നടത്തണ്ട എന്ന് ഒരാൾ മറ്റേയാളോട്, സെയ്ദ് അംറിനോട് പറയുകയാണെങ്കിൽ ലം യൻഅസിലിൽ ആസിലു, ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഒഴിവാക്കിയിട്ടുള്ള സെയ്ദ് അതിൽ നിന്നും ഒഴിവാവുകയില്ല. മറിച്ച് എന്ത് ചെയ്യാം, അംറിന് പിന്നീട് സെയ്ദിൻ്റെ ഓഹരിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, തസറുഫ് നടത്താൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ലം യൻഅസിലിൽ ആസിലു ഫയതസറഫു ഫീ നസീബിൽ മഅസൂലി, അതുകൊണ്ട് തന്നെ ഈ സെയ്ദിന് വേണമെങ്കിൽ മഅസൂലായിട്ടുള്ള ഒഴിവായി പോയിട്ടുള്ള അംറിൻ്റെ നസീബിൽ തസറഫ് നടത്താവുന്നതാണ്. ഓക്കെ, ഇനി നോക്കുക. വതൻഫസിഖു ബിമൗതി അഹദിഹിമാ വബിജുനൂനിഹി വബിഇഗ്മാഇഹി, ഓക്കെ, ഷിർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 2-ൽ ഒരാൾ മരിക്കൽ കൊണ്ട്, അവന് ഭ്രാന്താവൽ കൊണ്ട്, അവന് ബോധക്ഷയം സംഭവിക്കുന്നത് കൊണ്ടൊക്കെ ആ ഷിർക്കത്ത് എന്നുള്ള ഇടപാടു തന്നെ ഫസ്ഖായി പോകുന്നതാണ്. കൽ വക്കാലത്തി, വക്കാലത്ത് പോലെ തന്നെ. ഇനി ഷിർക്കത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പേരും എടുത്തിട്ടുള്ള കാശ് മൂലധനം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവർക്കുള്ള ലാഭവും നഷ്ടവും ഒക്കെ വീതിക്കപ്പെടുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക. വൽറബ്ഹു വൽ ഖുസ്റാനു അലാ ഖദ്രിൽ മാലൈനി, ഓക്കെ, 2 പേരുടെയും മാലിൻ്റെ ഖദ്ർ അനുസരിച്ചിട്ടാണ് ലാഭവും നഷ്ടവും വരുന്നത്. ഓക്കെ, തസാവയ ഐ ശരീക്കാനി ഫിൽ അമലി ഔ തഫാവത ഫീഹി, 2 പേരും ആ കാശ് കൊണ്ടെടുക്കുന്ന പണി, ജോലി സെയിം ആവട്ടെ, അത് വ്യത്യസ്തമാകട്ടെ. ഓക്കെ, ജോലിയല്ല അവിടെ നോക്കുന്നത്, മറിച്ച് 2 പേരും എത്രയാണ് മൂലധനം എടുത്തത് എന്നതാണ് ആ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഓഹരി വീതിക്കുന്നിടത്ത് നമ്മൾ പരിഗണിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഫഇൻ ഷറത ഖിലാഫഹു, എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഖദ്റുൽ മാൽ ആവണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റുള്ള കാര്യം 2 പേരും നിബന്ധന വെക്കുകയാണ് എങ്കിൽ അതെങ്ങനെ, ഐ തസാവി ഫിൽ റിബ്ഹി മഅ തഫാവുതി ഫിൽ മാലി, ഓക്കെ, മാലിൽ 2 പേരും തഫാവുത്താണ്, ഒരാളെടുത്തത് 1/3 മറ്റേയാളെടുത്തത് 2/3, എന്നാൽ അവർ പറയുന്നത് എന്താ, ലാഭം കിട്ടുമ്പോൾ 2ഉം പകുതി പകുതിയുമായിട്ട് ലഭിക്കണമെന്നാണ്. അവി തഫാവുത്ത ഫിൽ റിബ്ഹി മഅ തസാവി ഫിൽ മാലി, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അവർ ഷർത്ത് വെക്കുകയാണെങ്കിൽ ഫസദൽ അഖ്ദു, അതോടുകൂടെ അവിടുത്തെ അഖ്ദ് തന്നെ ഫാസിദായി പോകുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഫയർജിഉ കുല്ലുൻ അലൽ ആഖരി, അപ്പോൾ 2-ൽ എല്ലാവരും, അതായത് 2 പേരും മറ്റേയാളോട് ചോദിക്കണം ബി ഉജറത്തി അമലിഹി ഫി മാലിഹി, മറ്റേയാളുടെ സമ്പത്തിൽ താൻ ഇതുവരെ ജോലി ചെയ്തതിൻ്റെ
കൂലി ലഭിക്കണമെന്ന്. ഓക്കെ, അതായത് സെയ്ദ് ചിലപ്പോൾ അംറിൻ്റെ കാശിലും ഇപ്പോൾ പണിയെടുത്തിട്ടുണ്ടാകും, അംർ നേരെ തിരിച്ചും സെയ്ദിൻ്റെ കാശ് വെച്ചിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ചെയ്തതിൻ്റെ കൂലി അവർ പരസ്പരം ചോദിക്കേണ്ടതാണ്. വ തൻഫദു തസറുഫാത്തു മിൻഹുമ, എന്നാൽ ഈ ഷിർക്കത്ത് എന്നുള്ള അഖദ് തന്നെ ഫസ്ഖായി പോയി എന്ന് വെച്ചിട്ട് അവർ ഇതുവരെ നടത്തിയിട്ടുള്ള തസറുഫാത്ത് നടപ്പിലാകാതിരിക്കൂല. വ തൻഫദു തസറുഫാത്തു മിൻഹുമ, അവർ രണ്ടുപേരും തമ്മിലുള്ള തസറുഫാത്തൊക്കെ അവിടെ നടപ്പിലാകുന്നതാണ്. ലിൽ ഇദിനി, കാരണം അതിനുള്ള ഇതിന് അവർ ആദ്യം തന്നെ നൽകിയിട്ടുണ്ടല്ലോ. ഇനി ഒരു കച്ചവടം കഴിഞ്ഞു, ഇത്തരത്തിൽ പ്രശ്നമൊക്കെ ആയിട്ടുള്ള ആ കച്ചവടം കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ലാഭവിഹിതം വരിബഹു ബൈനഹുമ അലാ ഖദ്രിൽ മാലൈനി, അവർ അതുവരെ എടുത്തിട്ടുള്ള സമ്പത്തിൻ്റെ ഖദറിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിബഹ് നമ്മൾ കണക്കിലാക്കേണ്ടത്. റുജുഅൻ ഇലൽ അസ്ലി, അസ്ലിലേക്ക് മടക്കിക്കൊണ്ട്. അസ്ൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെയ്ദിൻ്റെ 100 രൂപയും ഉണ്ടായിരുന്നു, അംറിൻ്റെ 200 രൂപയും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ 100 രൂപയ്ക്ക് എത്രയാണോ ലാഭം കിട്ടുന്നത് അത് തന്നെയാണല്ലോ സെയ്ദിനും, 200 രൂപയ്ക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണല്ലോ അംറിനും ലഭിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഖദ്റുൽ മാലൈനി അനുസരിച്ചിട്ടാണ് അവിടുത്തെ റിബഹും നമ്മൾ വീതിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി പറയുന്നത് കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ട ആളുകൾ പരസ്പരം ഉമനാക്കളാണ്, വിശ്വസ്തരാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ മറ്റൊരാളുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുകയാണെങ്കിൽ എനിക്ക് അവനെയും അവന് എന്നെയും വിശ്വാസമുണ്ടാകണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചുവെന്ന് ഒരാൾ പറഞ്ഞാൽ അത് സത്യമാക്കപ്പെടേണ്ടതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. യദു ഷരീക്ക് യദു അമാനത്തിൻ, ഷരീക്കിൻ്റെ കയ്യവകാശം എന്നുള്ളത് അമാനത്തിൻ്റേതാണ്. അപ്പോൾ ഖൗലുഹു ഫി റദ്ദി ഇലാ ശരീക്കിഹി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടാളിക്ക് അതിൻ്റെ ലാഭവിഹിതം നൽകിയിട്ടുണ്ട് എന്നവൻ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. വൽ ഖുസ്റാനി, എനിക്ക് ഈ കച്ചവടത്തിൽ നഷ്ടമുണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞാലും, വത്തലഫി, എൻ്റെ അടുത്തുള്ള ചരക്കുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, അത് എപ്പോൾ? ഇനി ദഅഹു ബിലാ സബബിൻ, ഓക്കെ, കാരണമൊന്നും പറയാതെ അത് നശിച്ചു പോയി എന്ന് പറഞ്ഞാലും, ഔ ബി സബബിൻ ഖഫിയൻ, അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു സബബ് കൊണ്ടാണ് നശിച്ചത് എന്ന് പറഞ്ഞാലും, ഏതുപോലെ കസരിഖത്തി, മോഷണം പോയതുപോലെ. അപ്പോൾ മോഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അതിന് തെളിവ് കണ്ടെത്താനൊന്നും കഴിയൂല. അപ്പോൾ ഇത്തരത്തിലുള്ള സബബ് കൊണ്ടാണ് അത് തലഫായി പോയത്, അല്ലെങ്കിൽ അത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഞാനത് റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഖൗല് സ്വീകരിക്കപ്പെടുന്നതാണ്. ഇനി ഫൈനിദ്ദഅഹു ബി സബബിൻ ലാഹിറിൻ കൽ ഹരീഖി, ഓക്കെ, തീപിടുത്തം പോലെയുള്ള ലാഹിറായിട്ടുള്ള സബബ് കൊണ്ടാണ് ഒരാൾ തലഫിനെ വാദിക്കുന്നത് എങ്കിൽ, വജുഹില, എന്നാൽ അത്തരത്തിലുള്ള ഒരു തീപിടുത്തം അവിടെ അവ്യക്തമാണ്, അവിടെ ആരും അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ, തൂലിബ ബി ബയ്യിനത്തിൻ ബി സബബി, ഓക്കെ, അത്തരം ഒരു കാരണത്തിന്, അതായത് അങ്ങനെ ഒരു തീപിടുത്തം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ബയ്യനത്ത് അവൻ ആവശ്യപ്പെടേണ്ടതാണ് അവനോട്. സുമ്മ ബഅദ ഇഖാമത്തിഹ, പിന്നീട് അവൻ ആ ബയ്യനത്ത് സ്ഥിരപ്പെടുത്തിയതിന് ശേഷം യുസദ്ദഖു ഫി തലഫി ബിഹി, ഓക്കെ, ആ തീപിടുത്തം കൊണ്ട് അത് നശിച്ചു പോയി, ആ ചരക്കുകളെല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ഓക്കെ, ഏതായാലും ഇവിടെ അവൻ സത്യമാക്കപ്പെടുന്നതാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മൂദാൻ്റെ വിഷയത്തിൽ, അതായത് ഒരാൾ മറ്റൊരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയത്തിൽ ആ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ഇത്രത്തോളമുള്ള കാര്യങ്ങളൊക്കെ, അതായത് അത് നശിച്ചു പോയി, അല്ലെങ്കിൽ ഞാനത് തിരികെ നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടണം എന്ന് നമ്മൾ വദിഅത്തിൻ്റെ ബാബിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അവിടെ അവൻ്റെ യമീന് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെയും ആ യമീന് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വസിയത്തി ഫീ നളീരി ഹാദിഹിൽ മസായിലി, ഇപ്പറഞ്ഞ മസ്അലകൾ പോലോത്തതിൽ വരുന്നുണ്ട്. ഗൈരിൽ ഖുസ്റാനി, ഓക്കെ, അതായത് ഖുസ്റാൻ അല്ലാത്ത, അപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്, തലഫായി പോയിട്ടുണ്ട് എന്നിത്യാദി വിഷയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഫിൽ മൂദായി, മൂദായിൻ്റെ വിഷയത്തിൽ, അതായത് ഒരാൾ മറ്റൊരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള സ്വത്തിൽ ഇപ്പറഞ്ഞ മസ്അലകളിലൊക്കെ വന്നിട്ടുണ്ട്. അൽ യമീനു, സത്യം ചെയ്യൽ വന്നിട്ടുണ്ട്. അതായത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അത് ഞാൻ മടക്കി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നശിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവനതിൽ വിശ്വസിക്കപ്പെടണമെങ്കിൽ അവൻ സത്യം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, വ അന്നഹു ഇൻ ഉരിഫൽ ഹരീഖു വ ഉമൂമുഹു സുദ്ദിഖ ബിലാ യമീനിൻ, അവിടെ മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്.
ലാഹിറായിട്ടുള്ള സബബ് കൊണ്ടാണ് അവനത് തലഫായി പോയി എന്ന്, അതായത് സൂക്ഷിക്കപ്പെട്ട ആ വദിഅത്ത് തലഫായി പോയി എന്ന് പറയുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഹരീഖ് പോലത്തെ കാര്യങ്ങൾ അത് അറിയപ്പെട്ടിട്ടുണ്ട്, അത് കൂടുതൽ അത് ആമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സുദ്ദിഖ ബിലാ യമീനിൻ, അത് സത്യമില്ലാതെ തന്നെ ആ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി സത്യമാക്കപ്പെടേണ്ടതാണ് എന്നും വൈൻ ഉരിഫ ദൂന ഉമൂമിഹി, ഓക്കെ, ഉമൂമ് ഇല്ലാതെ അങ്ങനെ ഒരു ഹരീഖ് ഉണ്ടായിരുന്നുവെന്ന് മാത്രം അറിയപ്പെട്ടാലോ സുദ്ദിഖ ബിയമീനിഹി, അപ്പോൾ അവൻ സത്യം ചെയ്യിക്കപ്പെടണം. അങ്ങനെ മാത്രമേ ഈ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി സത്യമാക്കപ്പെടാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വദിഅത്തിന്റെ ബാബിലിന് വരുന്നുണ്ട്. അപ്പോൾ ഫയഅതി മിസ്ലു ദാലിക ഹുന, അപ്പോൾ അപ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെയും വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ഷിർക്കത്തിൻ്റെ വിഷയത്തിലും ഒരു ശരീക്ക് ഇത്തരത്തിൽ ഞാൻ റദ്ദ് ചെയ്തിട്ടുണ്ട്, തലഫായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ യമീൻ ഉണ്ടായാലേ അത് വിശ്വസിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. വഖദൽ യമീനു ഫിൽ ഖുസ്റാനി, ഇപ്രകാരം തന്നെയാണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയത്തിലും സത്യം ചെയ്യിക്കൽ. ഓക്കെ, അതായത് ഖുസ്റാനിൻ്റെ വിഷയത്തിൽ ഒരിക്കലും മൂദാഇൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം മൂദാഇ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വസ്തു അതിൽ നഷ്ടം വരിക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂലല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഖുസ്റാനിൻ്റെ വിഷയം വദിഅത്തിൻ്റെ അവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും ഷിർക്കത്തിൻ്റെ വിഷയത്തിൽ ഖുസ്റാനിൻ്റെ കാര്യവും കൂടി ചേർത്തിക്കൊണ്ട് അതിൽ യമീൻ ഉണ്ടാവലും നിർബന്ധമാണ് എന്നർത്ഥം. ഇനി പറയുന്നത് കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ട ആളുകൾ തമ്മിൽ തർക്കമുണ്ടാവുന്നതിനെ കുറിച്ചാണ്. ഒന്ന് നോക്കുക. വലോ കാല മൻ ഫി യദിഹിൽ മാലു, മാല് കയ്യിലുള്ള ആൾ പറയുകയാണ് മിന ശരീകൈനി ഹുവലി, ഈ സമ്പത്തെല്ലാം എൻ്റേതാണ് എന്ന് പറയാണ്. വഖാലൽ ആഖറു, എന്നാൽ മറ്റേയാൾ പറയാണ് ഹുവ മുഷ്തറക്കുൻ, ഓക്കെ, അത് നിൻ്റേതല്ല മറിച്ച് എൻ്റേതും നിൻ്റേതു കൂടിയായിട്ടുള്ള സ്വത്താണ് എന്ന് പറയാണ്. ഔ കാലാബിൽ അക്സി, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അതായത് ഐ കാല മൻ ഫി യദിഹിൽ മാലു ഹുവ മുഷ്തറക്കുൻ, സമ്പത്ത് കയ്യിലുള്ള ആൾ പറയാണ് ഇത് എൻ്റെയും നിൻ്റെയും കൂടെയാണ് എന്ന്. വഖാലൽ ആഖറു ഹുവലി, അല്ല, നിൻ്റെ ലാഭവിഹിതമൊക്കെ നീ എടുത്തിട്ടുണ്ട്, ഇനി ബാക്കി നിൻ്റെ കയ്യിലുള്ളത് എൻ്റേതാണ് എന്ന് മറ്റേയാളും പറയുകയാണെങ്കിൽ സുദ്ദിഖ സാഹിബുൽ യദി അമലൻ ബിഹ, ഓക്കെ, ആ കൈ ഉള്ള, അതായത് ആരുടെ കയ്യിലാണോ ആ സ്വത്തുള്ളത് അവനാണ് സത്യമാക്കപ്പെടേണ്ടത്. അമലൻ ബിഹ, ആ കയ്യവകാശം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി വലവ് കാല സാഹിബുൽ യദി, ഇനി ആ സ്വത്ത് കയ്യിലുള്ള ആൾ പറയാണ് ഇഖ്തസംന വസാറ മാഫി യദീലി, ഓക്കെ, ഞങ്ങൾ നമ്മുടെ ലാഭവിഹിതമൊക്കെ വീതിച്ചെടുത്തിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻ്റേതാണ് എന്ന് പറയാണ്. എന്നാൽ അൻകറൽ ആഖറു ഫഖാല ഹുവ മുഷ്തറക്കുൻ, എന്നാൽ മറ്റേയാളത് നിഷേധിച്ചിട്ട് പറയാണ് നമ്മളങ്ങനെ വീതം വെച്ചിട്ടൊന്നുമില്ല, നിൻ്റെ കയ്യിലുള്ളത് മുഷ്തറക്കായിട്ടുള്ള സ്വത്താണ് എന്ന് പറയുകയാണെങ്കിൽ സുദ്ദിഖൽ മുൻകിറു, അവിടെ ഈ മുൻകിറായിട്ടുള്ള ആളാണ്, അത് വീതം വെച്ചിട്ടില്ല എന്ന് പറയുന്ന ആളാണ് സത്യമാക്കപ്പെടുന്നത്. കാരണം എന്താ? ലി അന്നൽ അസ്ല അദമുൽ ഖിസ്മത്തി, കാരണം അങ്ങനെ ലാഭവിഹിതം ഓഹരി വെക്കാതിരിക്കലാണല്ലോ ആ വിഷയത്തിൽ അസ്ലായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വലവിഷ്തറ അഹദുഹുമാ ഷൈഅൻ, ഇനി രണ്ട് ശരീക്ക് ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ ഒരു വസ്തു വാങ്ങി. വഖാല, എന്നിട്ട് അവൻ പറയാണ് ഇഷ്തറൈതുഹു ലിശിർകത്തി ഔ ലിനഫ്സി, ഓക്കെ, ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കൂട്ടുകച്ചവടത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ്, കൂട്ടുസ്വത്തിനല്ല എന്ന് പറയുകയാണെങ്കിൽ വകദബഹുൽ ആഖറു, ഈ രണ്ടെണ്ണം പറഞ്ഞാലും മറ്റേയാൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ബിഅൻ അകസമാ ഖാലഹു, അതായത് മറ്റേയാൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ആഖർ പറഞ്ഞത് എന്നർത്ഥം. അങ്ങനെയെങ്കിൽ സുദ്ദിഖൽ മുഷ്തരി, ഇവിടെ ആ വാങ്ങിയിട്ടുള്ള ആളാണ് സത്യമാക്കപ്പെടേണ്ടത്. കാരണം ലി അന്നഹു അഅലമു ബിഖസ്ദിഹി, കാരണം അവൻ എന്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് എന്ന് അവന് മാത്രമല്ലേ കൂടുതലായിട്ട് അറിയുകയുള്ളൂ. ഇനി വതഅത്തിൽ യമീനു ഫി ഹാദിഹിൽ മസായിലി അയ്ളൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മസ്അലകളിലും യമീൻ ഉണ്ടായിരിക്കണം. ആ യമീനോട് കൂടെയാണ് സത്യമാക്കപ്പെടുമെന്ന് പറഞ്ഞവരെ അംഗീകരിക്കപ്പെടേണ്ടത് എന്നർത്ഥം.